guys, welcome back to our channel. ഇന്ന് നമ്മുടെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. എൻ്റെ ബാഗ് പാക്കിംഗ് ആണ്. ബേബിയുടെ നമ്മൾ അടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെയാണ് അഡ്മിറ്റ് പറഞ്ഞേക്കുന്നത്. 15th 16th നിങ്ങളുടെ കൂടെ ഒരു ബേബി കാണും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എൻ്റെ ബാഗ് പാക്ക് ചെയ്യാം. നമ്മൾ ഇങ്ങനെയുള്ളൊരു ബാഗിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചുരിദാർ, ഇത് നമ്മൾ അവിടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇട്ടുകൊണ്ട് വരാനായിട്ടുള്ളൊരു കോഡ് സെറ്റാണ്. അപ്പോൾ അത് ആദ്യമേ അങ്ങ് വയ്ക്കാം. കാരണം അത് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് ആ ലാസ്റ്റ് ദിവസമല്ലേ എടുക്കത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് ആദ്യമേ അങ്ങ് വയ്ക്കാം. എൻ്റെ പാൻറ് എടുക്കുന്നത് ഇതാണ് അതിൻ്റെ പാൻറ്. ഇനി നമുക്ക് ബാക്കി നൈറ്റീസ് ഒക്കെ വയ്ക്കാം. ഇതാണ് ഫസ്റ്റ് നൈറ്റി. ഇതിൽ ഞാൻ മൊത്തം 3 ഓപ്പൺ നൈറ്റിയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ഓപ്പൺ നൈറ്റ് കൊണ്ടുപോവുകയാണ്. ഒന്ന് ഡെലിവറി ടൈമിൽ ഇട്ടുകൊണ്ട് കയറാനും, പിന്നെ ഒന്ന് അല്ലാണ്ട് വച്ചേക്കാനും. 1 2 മിക്കവാറും 3 കൊണ്ടുപോകും. കാരണം ഇനിയിപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഡെലിവറി ഏത് ടൈപ്പാണ്, സി സെക്ഷൻ ആണോ നോർമലാണോ എന്നറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് നൈറ്റി എടുക്കാം. ഇതിപ്പോൾ നോർമൽ ഒരു നൈറ്റിയാണ്, ഓപ്പൺ അല്ലാത്ത ഒരു സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഫീഡിങ് നൈറ്റിയാണ്. ഇത് നമ്മൾ നേരത്തെ വാങ്ങിച്ചെല്ലാം വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ ഇപ്പോഴാണ് നമ്മളെല്ലാം ലാസ്റ്റ് സമയത്താണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് നിമിഷത്തിലാണ് ഹോസ്പിറ്റൽ ബാഗ് ഒക്കെ ചെയ്തത്. പിന്നെ ഇനി ഓപ്പൺ നൈറ്റീസ് ആണ്. ഓപ്പൺ നൈറ്റീസ് അതെ, ഒരു പേർപ്പിൾ കളറാണ്. ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഡിസൈൻ വന്നിട്ടുള്ള ഒരു നൈറ്റിയാണ്. നൈറ്റി കോഡ് സെറ്റോ അല്ല, നൈറ്റിയാണ്. നൈറ്റി ഓപ്പൺ നൈറ്റി. ഒന്ന് ഡെലിവറി ടൈമിൽ ഇട്ടുകൊണ്ട് കയറാനായിട്ടും, പിന്നെ ഇതല്ലാണ്ട് 2 നൈറ്റി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 3 ഓപ്പൺ ആണ്. പിന്നെ ഇതൊരു ബ്രൗൺ കളർ ഷെയ്ഡാണ്. നല്ല രസമാണ് കാണാൻ. അതിൻ്റെ അടുത്ത് നമ്മുടെ വൈറ്റ് നൈറ്റി അതിൻ്റെ ഉള്ളിൽ ആകെ കൂടെ ഒരു ടെൻഷൻ മയമാണ് ഗൈസ്. എല്ലാം ഒരു ടെൻഷൻ അല്ലേ. അപ്പോൾ നമ്മുടെ ഇതാണ് ഞാൻ ഒരു വൈറ്റ് നൈറ്റ് മേടിച്ചത്. കാരണം നമുക്ക് ഇട്ടുകൊണ്ട് കയറാനായിട്ട് ഡെലിവറി ടൈമിൽ അതിവിടെ വച്ചിട്ടുണ്ട്. പിന്നെ അണ്ടർ സ്കേർട്ട് 2 എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഈ വൈറ്റ് നൈറ്റ് ഞങ്ങളങ്ങ് മകളിൽ വെച്ചിട്ടുണ്ട്. കാരണം അതായിരിക്കുമല്ലോ ഫസ്റ്റ് എടുക്കുന്നത്, എടുക്കാനപ്പോ ഈസി. പിന്നെ എൻ്റെ ഇന്നേഴ്സ് എല്ലാം കൂടെ ഒരു കവറിൽ നമ്മൾ പ്രത്യേകിച്ചിട്ട് അത് ബാഗിൽ വെക്കണുണ്ട്. ഇനി ഒരു കൈലി എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വീട്ടിൽ അമ്മയൊക്കെ പറഞ്ഞു നമ്മളൊരു കൈലിയും കൂടെ എടുത്ത് വെച്ചേക്കാണ്. ഈ കവറിലാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫയലാണ്. ഇതിപ്പോൾ എന്ത് മറന്നാലും ഫയൽ മറക്കാൻ പറ്റത്തില്ല. അതോടൊപ്പം ഫയൽ ഞാൻ ഈ ബാഗിൻ്റെ ഇവിടെ ഒരു അറയുണ്ട്, അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റലിലെ എല്ലാ ഡീറ്റെയിൽസും ഉള്ള എല്ലാ ഡീറ്റെയിൽസും, സ്കാനിങ്ങിൻ്റെ എല്ലാ റിപ്പോർട്ടും, ഷുഗറിൻ്റെ എല്ലാ റിപ്പോർട്ടും എല്ലാം ഉള്ള അതിലാണ്. എനിക്കൊരു ഇത്തിരി ഷുഗർ ഉണ്ട്. ഞാൻ വളക്കാപ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഉള്ള. പിന്നെ അടുത്തത് കുറച്ച് നമ്മുടെ ആധാർ കാർഡ്, എൻ്റെ ബാക്കിയുള്ള കുറച്ച് ID കാർഡ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ ഈ ബാഗിലാണ് വച്ചേക്കുന്നത്. അതുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരു ബക്കറ്റ്, പിന്നെ 2 ബേസിൻ മേടിച്ചിട്ടുണ്ട്, ഒരു വലുതും ഒരു ചെറുതും. പിന്നെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന്
വെക്കാൻ നമുക്ക് എളുപ്പത്തിനുള്ളൊരു ബാഗാണ്. അപ്പോൾ അതൊരെണ്ണം ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട വേറൊരു നമ്മുടെ കുഞ്ഞിനെ കിടത്താനായിട്ടുള്ള ഒരു സെറ്റാണ്. ഇത് ഞാൻ ഓഫീസിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. നെറ്റും കുഞ്ഞിനെ കിടത്തിയിട്ട് നെറ്റും നമുക്കിട്ട് അതിൻ്റെ അകത്ത് തന്നെ വെക്കാം. അപ്പോൾ കുഞ്ഞിന് സേഫായിട്ട് കിടക്കും, കൊതുക് കടിയൊന്നും കൊള്ളാതെ. അപ്പോൾ ഇത്ര സാധനമാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി അടുത്തത് കുറച്ച് നമ്മുടെ ആധാർ കാർഡ്, എൻ്റെ ബാക്കിയുള്ള കുറച്ച് ID കാർഡ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ ഈ ബാഗിലാണ് വച്ചേക്കുന്നത്. അതുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽ വെച്ചിട്ടുണ്ട്. തോർത്തുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇനി കുഞ്ഞിൻ്റെ സാധനങ്ങളാണ് വെക്കാൻ പോകുന്നത്. കുഞ്ഞു ബേബിയുടെ സാധനങ്ങളാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഞാനൊരു കവറിലാക്കി കുറച്ച് വൈറ്റ് ക്ലോത്ത്സ് വെച്ചിട്ടുണ്ട്. വൈറ്റ് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരും. പിന്നെ ബേബിക്ക് നമുക്ക് ഡയപ്പറിന് വരെ യൂസ് ചെയ്യാനൊക്കെ ഉള്ള 5 മീറ്ററിലുള്ള ഒരു വൈറ്റ് തുണി നമ്മൾ മേടിച്ചിട്ട് അലക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അലക്കി നമ്മൾ വീട്ടിൽ തന്നെയാണ് ചെയ്തത്. ചൂടുവെള്ളത്തിലൊക്കെ ഡിറ്റർജൻറ്റിൽ കഴുകിയിട്ട് നമ്മൾ പിന്നെ തിളച്ച വെള്ളത്തിലൂടെ ഇതാക്കി എടുക്കുകയാണ് ചെയ്തത്. പിന്നെ അടുത്തത് ഡ്രൈ ഷീറ്റാണ്. ഡ്രൈ ഷീറ്റ് നമ്മൾ ഒരു 2 കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇവിടെ അടുത്ത് തന്നെയാണ് നമുക്ക് വീട്, ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ കൊണ്ടുവരാം. അപ്പോൾ 2 ഡ്രൈ ഷീറ്റ് നമ്മൾ വെക്കുന്നുണ്ട്. ഇത് വേറൊരു പീച്ച് കളർ. നമ്മൾ ടോട്ടലി 3 ഡ്രൈ ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. 4 ഡ്രൈ ഷീറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. 4 ഡ്രൈ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ അടുത്തത് നമ്മൾ എടുക്കുന്നത് കുഞ്ഞിന്റെ റിസീവിംഗ് ക്ലോത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. റിസീവിംഗ് ടവലാണ്. നമ്മൾ പോപ്പീസിന്ന് മേടിച്ചതാണ്. അങ്ങനെയുള്ള നമ്മൾ പോപ്പീസിന്ന് കുറച്ച് ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രൈ ഷീറ്റ് 2 മാത്രമേ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളൂ. ഇതിലാണ് നമ്മൾ ബേബിയെ റിസീവ് ചെയ്യുന്നത്. അടുത്ത ഒരു ജംസ്യൂട്ട് ആണ്. ക്യൂട്ടായിട്ടുള്ള ഒരു ജംസ്യൂട്ട് ആണ്. ഇത് പോപ്പീസിന്നാണ്. ക്യൂട്ടായിട്ടുള്ള ഒരു ജംസ്യൂട്ട് ആണ്. പിന്നെ ഇത് ക്യൂട്ടായിട്ടുള്ള ഒരു ജംസ്യൂട്ട്. ഇത് വേറൊരു ജംസ്യൂട്ട് ഗൈസ്. അതൊന്ന് 2 നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വേറൊരു ടവലാണ്. പിന്നെ നമ്മൾ റിസീവിംഗ് ടവൽ കൂടാതെ ഒരു 2 ടവലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 ടവലിൻ്റെ ആവശ്യം വരും എങ്ങനെയായാലും. ഇത് ഇതിന്റെ കളർ മണം ഗൈസ്. ഇത് ബ്ലൂ ആണ്. ബ്ലൂ കളർ, ഒരു പീച്ച് കളറും ഒരു ബ്ലൂ കളറുമായിട്ടുള്ള ടവല്. ഇത് നമ്മള് ഹാൻഡ് ടവലാണ്. നമ്മള് പോപ്പീസിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങിച്ചതാണ്. ഇതില് 4 പീസസ് വരുന്നുണ്ട്. 4 കളറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ബേബിക്ക് ആവശ്യമായിട്ടുള്ള ടവൽസ് ആണ്. പിന്നെ അത് നമ്മൾ പൊട്ടിച്ചില്ല, ഇതോടെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. നമ്മൾ മറ്റേ കെട്ടുതുണി ഇല്ലേ ഗൈസ്? പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കെട്ടുതുണി. ഇതൊക്കെ കാണുമ്പോൾ നല്ല, അത് നമ്മൾ വാങ്ങി കഴുകി ഉണക്കി എടുത്തതാണ്. നമ്മൾ 2 കെട്ടുതുണി കൊണ്ടുപോകുന്നുണ്ട്. 3 കെട്ടുതുണി. 3 കെട്ടുതുണി നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. 3 കെട്ടുതുണിയും അല്ല, ബാക്കിയും ഉണ്ട്. നമ്മൾ ഇങ്ങനെ 2 ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ നമ്മൾ ഒരു സെറ്റ് പോപ്പീസ് മേടിച്ചിട്ടുണ്ട്. 6 പീസ് വരുന്ന സ്മോൾ 0 to 6 months വരുന്നതാണ്. 3 months വരുന്നതാണ്. 0 to 3 months വരുന്നതാണ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഹാൻഡ് ടവലാണ് കൊച്ചിനുള്ള. പിന്നെ നമ്മൾ ബൂട്ടീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബേബി ബൂട്ടീസും നമ്മൾ പോപ്പീസിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇനി ബേബി മിറ്റൻസ് ആണ്. ഇത് ഹാൻഡിലിടുന്ന മിറ്റൻസ് വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മൾ പോപ്പീസിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഇത് പിന്നെ കുഞ്ഞിനിടാനുള്ള ക്യാപ്പാണ്. ക്യാപ്പും അതും നമ്മൾ പോപ്പീസിൽ നിന്ന് വാങ്ങിച്ചതാണ്.
അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പോപ്പീസിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. പിന്നെ വൈപ്സ് ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞിന്. അത് നമ്മൾ പോപ്പീസിൽ നിന്ന് മേടിച്ചത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ ഇനി തണുപ്പുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകുമെങ്കിൽ തന്നെ പിന്നെ ഈ ടവല് റിസീവിങ് ടവലും തന്നെയാണ്. പിന്നെ ഇതൊരു ബ്ലാങ്കറ്റ് ടൈപ്പാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ഇപ്പൊ ജൂൺ മാസം മഴയൊക്കെ അല്ലേ, അപ്പം ഇങ്ങനെ നമുക്ക് തുറക്കാനൊക്കെ പറ്റും. ഇപ്പൊ ജൂൺ മാസം മഴയൊക്കെ അല്ലേ, അപ്പൊ നമ്മള് ഇതുകൂടെ ഈ കട്ടിയുള്ള ഒരു ടവലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ആവശ്യം വരാൻ വലിയ സാധ്യത ഇല്ല, എന്നാലും ടവലുണ്ടല്ലോ ബാക്കിയൊക്കെ. എന്നിട്ട് ഇത് നമ്മൾ വെച്ചിട്ട് ഇനി നമ്മുടെ ബേബിയുടെ ബാഗും ക്ലോസ് ചെയ്തു. ബേബീന്റെ ആണ് പെട്ടെന്ന് തീർന്നത് അല്ലേ അമ്മ? അതെ, ബേബിയുടെ ബാഗും. ഇനി അടുത്ത് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബാഗും കൂടെ ഉണ്ട്. ആ ബാഗിൻ്റെ അകത്ത് നമ്മൾ ഗ്ലാസ്, പ്ലേറ്റ്, സ്പൂണ്, പിന്നെ വേറെ ബോട്ടില്, അങ്ങനെ ഫ്ലാസ്ക്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വെക്കാനായിട്ട് ഒരു ബാഗും കൂടെ. അപ്പം ഇത്രയാണ് നമ്മളെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്. പിന്നെ നാളെ നമുക്ക് അഡ്മിഷനാണ്. ഇനി മൺഡേ ട്യൂസ്ഡേ നമ്മുടെ ബേബി വരും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. ഓക്കെ, ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാവുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാവുന്നവർക്ക് ലൈക്ക് ചെയ്യാം. അപ്പോൾ ബൈ. അപ്പോൾ നമ്മൾ ഈ ഒരു കുട്ടി വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബൈ. ഓക്കെ, ബൈ ഗൈസ്.